നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരികൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 6ാമത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കളക്ടർ എച്ച് ദിനേശൻ അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കർഷക വിപണിക്ക് തൊടുപുഴയിൽ തുടക്കമായി. വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിൽ കാഴ്സ് വില്ലേജ് സ്ക്വയർ 1ാം ഘട്ടം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാക്കനാട് കുടുംബചരിത്രം മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയിൽ നടന്ന യോഗത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രകാശനം ചെയ്തു. തൊടുപുഴ JCSന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പുതിയ പ്രോജക്ടിന്റെ ഉദ്ഘാടനം വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ പ്രമീള ദേവി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. വരണാധികാരിയായ തൊടുപുഴ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സ്റ്റാൻലി MJ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ മെമ്പർ ഫ്രാൻസിസ് കറിയയ്ക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഫ്രാൻസിസ് കറിയ മറ്റ് 12 മെമ്പർമാർക്കും സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വരണാധികാരി മുമ്പാകെ ബുക്കുകളിൽ ഒപ്പിട്ട് അധികാരമേറ്റു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൈനി പിന്നെയെന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷേർലി ആന്റണി എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ജഗദീശ്വരന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. കരുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരി കൃഷി വകുപ്പ് ADA ഡീന എബ്രഹാം മുതിർന്ന അംഗം ആൻസിസ് കറിയയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആൻസിസ് കറിയ ഇതര അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റോസമ്മ മുതിർന്ന അംഗം ശാന്തമ്മ ജോയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശാന്തമ്മ ഇതര അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട എം ലതീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ടി വി രാജീവ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മതവിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പ്രൗഢഗംഭീര സദസ്സിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുബൈർ എം മുതിർന്ന മെമ്പറായ റഹീമ പരീദിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് 16 മെമ്പർമാർക്കും റഹീമ പരീദ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുൻ മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള നമ്മുടെ എല്ലാ മെമ്പർമാരും, തിരഞ്ഞെടുക്കപ്പെട്ട 17 വാർഡിലെയും എല്ലാ മെമ്പർമാരും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം യഥാവിധി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിപ്രതിജ്ഞ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമത വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൊടുപുഴ നഗരസഭയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരം ഏറ്റെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ ഇടുക്കി RDO PJ സെബാസ്റ്റ്യൻ, മുതിർന്ന അംഗം TJ മാത്യുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതര കൗൺസിലർമാർക്ക് TJ മാത്യു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുട്ടം ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. സെക്രട്ടറി ലവ് GM നായർ, മുതിർന്ന അംഗം കുട്ടിയമ്മ മൈക്കിളിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതര അംഗങ്ങൾക്ക് കുട്ടിയമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സൗമ്യ സാധന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ
യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരി താലൂക്ക് വ്യവസായ ഓഫീസർ രഞ്ജു മുതിർന്ന അംഗം സുജാത ശിവനായർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുജാത ഇതര അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. യഥാർത്ഥമായ വിശ്വാസവും മൂലം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രജാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട മോളി ബിജു എന്ന ഞാൻ തീരുമാനിച്ചപ്പോൾ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരി മുതിർന്ന അംഗം ബേബി മാണിശ്ശേരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബേബി ഇതര അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോവിഡ് പോസിറ്റീവായ ഒരു അംഗം PPE കിറ്റ് ധരിച്ചെത്തി സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷം കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷം കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ആശ മുതിർന്ന അംഗം MJ ജോസഫിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജോസഫ് ഇതര അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരി AEO രാജു മുതിർന്ന അംഗം KL ജോസഫിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. KL ജോസഫ് ഇതര അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉഷാ ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. മുതിർന്ന അംഗം PK കൃഷ്ണന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൃഷ്ണൻ ഇതര അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 6ാമത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കളക്ടർ എച്ച് ദിനേശൻ അധ്യക്ഷനായിരുന്നു. കുയിലിമലയിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി മുഖ്യാതിഥിയായിരുന്നു. ADM ആന്റണി സക്കറിയ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ KB കുര്യാക്കോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗമായ പ്രൊഫസർ MJ ജേക്കബ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 16 ഡിവിഷനുകളാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിനുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതോടെ രാഷ്ട്രീയ വേർതിരിവുകളും ആശയപരമായ പോരാട്ടങ്ങളും അവസാനിച്ചുവെന്നും ഇനിയുള്ളത് ജില്ലയുടെ വികസനത്തിനുള്ള കൂട്ടായ പ്രയത്നമായിരിക്കണമെന്നും ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി പറഞ്ഞു. ഏത് കക്ഷിയിൽ ഉൾപ്പെട്ട ആളാണെങ്കിലും തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും വിശ്വസ്തതയും പുലർത്തേണ്ടതാണ് ഓരോ അംഗത്തിന്റെയും കടമയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വ്യത്യസ്ത പരിശ്രമങ്ങളുണ്ടെങ്കിലും നമ്മുടെ ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് ഇതിന് പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതിന് എല്ലാ മെമ്പർമാരും തെരഞ്ഞെടുക്കപ്പെട്ടു. അതെല്ലാം ശരിയാണ്. വോട്ടെടുപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വിദ്യാഭ്യാസങ്ങളിലൊക്കെ വോട്ടെടുപ്പില്ല. നമ്മുടെ ജില്ലയുടെ പുരോഗതിക്കും നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുവാനായി എത്തിയിരുന്നു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ ചുമതലയേറ്റു. റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന അംഗം തൂഫാൻ തോമസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതര അംഗങ്ങൾക്ക് തൂഫാൻ തോമസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡേവിഡ് എബ്രാഹിം എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ ലേബർ ഓഫീസർ നവാസ് മുതിർന്ന അംഗമായ ട്രീസ ജോസ് കാവാലത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതലുള്ള ഡിവിഷനുകളിലെ അംഗങ്ങൾ മുതിർന്ന അംഗത്തിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രീസ ജോസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നീതുമോൾ ഫ്രാൻസിസ് ഏഴൂർ ഡിവിഷൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. NK ബിജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ചുമതലയേറ്റു. റിട്ടേണിംഗ് ഓഫീസർ ശ്രീലേഖ മുതിർന്ന അംഗം KT ജോണിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതലുള്ള ഡിവിഷനുകളിലെ അംഗങ്ങൾ മുതിർന്ന അംഗത്തിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. അവസരം കൂടിയാണ് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റു ബ്ലോക്കുകളിലെല്ലാം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡെപ്യൂട്ടി കളക്ടർമാരാണ് റിട്ടേണിംഗ് ഓഫീസർ. ബഹുമാനിയായ ഭരണാധികാരി ശ്രീമതി ശ്രീലേഖ സി അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള നിയമാനുസരണം നടപ്പാക്കിയ
ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. കാക്കനാട് കുടുംബചരിത്രം മൈലുകൊമ്പ് സെന്റ് തോമസ് പള്ളിയിൽ നടന്ന യോഗത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രകാശനം ചെയ്തു. കാക്കനാട്ട് കുടുംബചരിത്രം മൈലുകൊമ്പ് സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. വിശുദ്ധ കുർബാനയെ തുടർന്ന് ചേർന്ന യോഗത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രകാശനം നിർവഹിച്ചു. മുഖ്യ രക്ഷാധികാരി ഫാദർ ഇമ്മാനുവൽ കാക്കനാട്ട് ഏറ്റുവാങ്ങി. സംയുക്ത കുടുംബയോഗം പ്രസിഡന്റ് മവിൻ സി കാക്കനാട്ട്, സെക്രട്ടറി ജെയിംസ് മാത്യു, ഫാദർ മാത്യു കാക്കനാട്ട്, കുടുംബചരിത്രം തയ്യാറാക്കിയ സിജോ കലേന്താനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 5000-ലധികം കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1300 പേജുള്ള കുടുംബചരിത്രമാണ് പ്രകാശനം ചെയ്തത്. കുടുംബചരിത്രങ്ങളിൽ പേജുകൾ കൂടുതലുള്ള പതിപ്പാണിത്. മുഴുവൻ പേജുകളും ആർട്ട് പേപ്പറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3.5 വർഷം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. കോട്ടയം, നാഗപ്പുഴ, ആയവന, നെല്ലിമറ്റം എന്നിവിടങ്ങളിലാണ് കുടുംബങ്ങൾ താമസിക്കുന്നത്. പീച്ചാട്ട്, കുറവക്കാട്ട്, മണിക്കുഴിയിൽ, തുരുത്തേൽ, മൂലേക്കുടിയിൽ, തൈമറ്റത്തിൽ, നീറനാൽ, കിഴക്കേടത്ത് പുത്തൻപുരയിൽ, വാഴപ്പിള്ളിൽ, എടശ്ശേരിൽ, ചേരിക്കൽ, മുക്കാലിത്തറ, കോളച്ചേരിൽ, ഓണാട്ട് തുടങ്ങിയ കുടുംബങ്ങൾ ശാഖകളാണ്. കാരണം നമ്മൾ വിശ്വാസികൾ എവിടെയുണ്ടോ അവിടെയാണല്ലോ പള്ളി സ്ഥാപിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കാക്കനാട് കുടുംബം ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. ഇവിടെ നമ്മുടെ പൂർവികർ ദേവാലയം ഉണ്ടാകാനായിട്ട് പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദേവാലയം ഉണ്ടായി. നമ്മുടെ യുവതിയുടെ ആദ്യ ദേവാലയമാണ് ഇത്. ഇവിടെ നമുക്കറിയാം, കാക്കനാട് കുടുംബം സഭയിൽ സമൂഹത്തിൽ ഒത്തിരിയേറെ സ്വാധീനമുള്ള വ്യക്തികളാണ് കുടുംബാംഗങ്ങൾ. വൈദികര്, സിസ്റ്റേഴ്സ്, നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാം ഈ കുടുംബത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ സൂചിപ്പിച്ചത് തന്നെ ഇത് ഈ ചരിത്രം, സഭയുടെ ചരിത്രം, കുടുംബത്തിൻ്റെ ചരിത്രം, നാടിൻ്റെ ചരിത്രത്തിൻ്റെ ആകാം. പല സ്ഥലങ്ങളിലേക്കും ഈ കാക്കനാട് കുടുംബാംഗങ്ങൾ മാറി താമസിക്കുന്നുണ്ടാവും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണും. സാധാരണ തന്നെ കാണുന്നത് അല്ലേ? അപ്പോൾ ഗ്ലോബൽ എന്ന് പറയാം, ഗ്ലോബൽ ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കർഷക വിപണിക്ക് തൊടുപുഴയിൽ തുടക്കമായി. വെങ്ങല്ലൂർ മങ്ങാട്ടുകര ബൈപ്പാസിൽ കാഡ്സ് വില്ലേജ് സ്കൂൾ 1ാം ഘട്ടം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാഡ്സിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ കർഷക വിപണിക്ക് തൊടുപുഴയിൽ തുടക്കമായി. വെങ്ങല്ലൂർ മങ്ങാട്ടുകോല ബൈപ്പാസിൽ 2.5 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന കാഡ്സ് വില്ലേജ് സ്ക്വയറിന്റെ 1ാം ഘട്ടം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് കാഡ്സാണ്, ആന്റണിയാണ്. ജൈവ കൃഷി ഇന്ത്യയിൽ ആദ്യമായി ഇതിനെപ്പറ്റി സംസാരിച്ചത് 89-ൽ കോട്ടയത്തെ കാർഷിക മേളയിലാണ്. അന്ന് മുതൽ ജൈവ കൃഷിയിലൂടെ സമ്പന്നരാകുക എന്നുള്ള മുദ്രാവാക്യം അന്ന് മുതൽ ഇന്ന് വരെയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസ്ഥാനത്തിൻ്റെ മോട്ടിവേറ്റ് ചെയ്യുന്ന മഹാത്മാഗാന്ധിയാണ്. ആ മോട്ടിവേഷൻ കിട്ടി വന്നവരെല്ലാം പല മടങ്ങ് ശക്തിയുള്ളവരായി രംഗത്ത് വന്നു. ജവഹർലാൽ നെഹ്റുവിനെ ഇംഗ്ലണ്ടിലെ പഠിത്തം കഴിഞ്ഞു വന്ന് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയിട്ടുണ്ട്. 20 വർഷം വിവാഹം കഴിച്ചു ജീവിച്ചു. അത് 16 വർഷവും ജയിലിലായിരുന്നു. വേറെ സങ്കടമില്ല. അങ്ങനെയുള്ള വലിയ ത്യാഗങ്ങൾ സഹിക്കാൻ ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് മഹാത്മാഗാന്ധി. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ആളുകൾ വേണം. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴങ്ങൾ എന്നിവയോടൊപ്പം സുഗന്ധവ്യഞ്ജനങ്ങൾ, റബ്ബർ എന്നിവയും സംഭരിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ജൈവ ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണത്തോടൊപ്പം പ്രതിദിനം 2 ടൺ മരച്ചീനി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ബ്രാൻഡ് ചെയ്ത നടീൽ വസ്തുക്കൾ ലഭിക്കുന്ന നഴ്സറികളുടെ സൂപ്പർ മാർക്കറ്റ്, ജൈവ നാടൻ പച്ചക്കറികൾ, നാടൻ പാൽ, മത്സ്യം, മാംസം എന്നിവയുടെ ശീതീകരിച്ച വിഭാഗം,
സംസ്കരിച്ച നാടൻ വിഭവങ്ങൾ, ആഴ്ചയിൽ 5 ദിവസവും കാർഷിക പരിശീലനത്തിനായി ട്രെയിനിംഗ് സെന്റർ, 100 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, പ്രഭാത സവാരിക്കും വ്യായാമത്തിനുമായി 400 മീറ്റർ ട്രാക്ക്, വിശ്രമത്തിനായി 27 ഞാറ്റുവേല തറകൾ, സായാഹ്നങ്ങളിൽ ഒത്തുചേരുന്നതിനും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുമായി ഓപ്പൺ എയർ സ്റ്റേജ്, മത്സ്യക്കുളം, കുട്ടികൾക്കായി മിനി പാർക്ക്, യോഗ സെന്റർ, അക്വേറിയം, അക്വാപോണിക്സ്, മെഡിക്കൽ ലാബ്, തേപ്പുകട തുടങ്ങിയവയാണ് 1ാം ഘട്ടത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിത്ത് ബാങ്കിന്റെ ഉദ്ഘാടനം എൽദോ ഇബ്രഹാം MLA നിർവഹിച്ചു. ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ഈ സ്ഥാപനം ഇത്രമാത്രം വളർന്നത് നിങ്ങളെല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് എന്ന് തുറന്ന മനസ്സോടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ശേഷുകരിക്കുകയാണ്. കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നിരവധിയായ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ചർച്ചകൾ കൂടുന്തോറും അതിൻ്റെ അളവ്, ആ കാർഷിക മേഖല പ്രതിസന്ധിയുടെ അളവ് കൂടുകയല്ലാതെ അത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കൂടി വരികയാണ്. നമുക്ക് നിങ്ങൾ ഇവിടെ തന്നെ വന്നവർ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് ഇത്തരത്തിലൊരു മാർക്കറ്റ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയില്ല. അപ്പോൾ ഇത് തൊടുപുഴയുടെ ഒരു അഭിമാന സ്തംഭമാണ്. തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏത്തക്ക ഫെസ്റ്റ് നടത്തി. വിലയിടിവിന്റെ പശ്ചാത്തലത്തിൽ ഏത്തക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആന്റണി സെബാസ്റ്റ്യൻ, ജോയൽ ഫുഡ്സിലെ ഏലിയാമ്മ ജോസഫ് എന്നിവർ ക്ലാസ് നയിച്ചു. പാചകത്തിന് നിങ്ങൾ അറിയുക, ബനാന എന്ന് പറയുന്ന ട്രോപ്പിക്കൽ ഫ്രൂട്ടിന്റെ ഉത്ഭവം ഇന്തോനേഷ്യ, മലേഷ്യ പോലെ, ഫിലിപ്പൈൻസ് പോലെ രാജ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക AD നമ്മുടെ 345 ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ആരംഭിക്കപ്പെടുകയും ചെയ്ത ഒരു ഭക്ഷ്യവിളയാണ്. ഈ വിളയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക് ഇതിനെല്ലാം കലവറയായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പൊ ആ ഫ്രൂട്ടിനെ നമ്മൾ ഏതെല്ലാം തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പഴമായിട്ട് തന്നെ മാർക്കറ്റ് വരുമ്പോൾ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേരളത്തിലെ കംപ്ലീറ്റ് ഏത്തവാഴ കൃഷിയും സാധാരണ വരുന്നത്. ആ സമയത്ത് ശരാശരി ഒരു കിലോയ്ക്ക് 56 രൂപ മുതൽ 64 രൂപ വരെ പച്ചക്കായ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൊല്ലങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശരാശരി കർഷകന് കിട്ടിയ വില എന്ന് പറയുന്നത് ആ ഓണത്തിന്റെ ആഴ്ചയിൽ 44 രൂപയും അതിനുശേഷം അത് താഴ്ന്നിവിടെ മുൻ പ്രതിപാദിക്കപ്പെട്ട പോലെ 14 രൂപയിലേക്ക് താഴേക്ക് വീഴുകയും ചെയ്തു. അപ്പൊ അത്തരത്തിൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനി വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളായിട്ടുള്ള ഏകദേശം 20ഓളം വേൾഡിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ ലോകത്തിലുണ്ട്. അതിന്റെ ആദ്യമായിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സാധനമാണ് ബനാന ചിപ്സ് അല്ലെങ്കിൽ വേഫേഴ്സ്. ഈ ബനാന ചിപ്സ്, വേഫേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി നിങ്ങൾക്ക് അറിയാം, വളരെ റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ടിനെ നമ്മൾ വളരെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അതിനെ നമ്മൾ വേഫേഴ്സ് ആക്കി മാറ്റി എണ്ണയിൽ വറുത്തെടുക്കുന്ന അധികം അഡിക്ഷൻ ഇല്ലാത്ത ഒരു ഐറ്റമാണ് ബനാന വേഫേഴ്സ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ കുളിർമഞ്ഞിൻ എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ക്രിസ്തുമസ് നാളുകളിൽ ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ മനോഹരമായ ഒരു ഗാനം പുറത്തിറങ്ങി. ചാക്കോ പൊരിയത്ത് രചന നിർവഹിച്ച യുവ സംഗീത സംവിധായകൻ സ്റ്റാൻലി ജോസഫ് തൊടുപുഴ സംഗീതം നൽകിയ കുളിർമഞ്ഞിൽ എന്ന് തുടങ്ങുന്ന ഗാനം നിർമ്മിച്ചിരിക്കുന്നത് പ്രമോദ് ഈറ്റയ്ക്കുന്നിലാണ്. കുറവിലങ്ങാട് പള്ളിയും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം നടന്നത്. ഗാനത്തിന് സമൂഹ മാധ്യമങ്ങളിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. കുളിർമഞ്ഞിൻ
പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. വരണാധികാരി പാലാ താലൂക്ക് സപ്ലൈ ഓഫീസർ ശശീന്ദ്ര ബാബു TS ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗമായ 1-ാം വാർഡ് മെമ്പർ TJ ബെഞ്ചമിന് വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ചടങ്ങ് ആരംഭിച്ചു. തുടർന്ന് TJ ബെഞ്ചമിന്റെ നേതൃത്വത്തിൽ വാർഡ് ക്രമത്തിൽ മറ്റുള്ളവർ സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി. പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് സ്വാഗതവും 1-ാം വാർഡ് മെമ്പർ TJ ബെഞ്ചമിൻ നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘട്ടങ്ങൾ തുടങ്ങി ഇന്നിവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇന്നും നാളിതുവരെ തന്ന എല്ലാ സഹകരണങ്ങൾക്കും ജനപ്രതിനിധികളോടും രാഷ്ട്രീയ പാർട്ടികളോടും അവർ കാണിച്ച എല്ലാ പ്രവൃത്തികളോടും ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. തൊടുപുഴ ജേസിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ പ്രമീള ദേവി മുഖ്യ അതിഥിയായിരുന്നു. പുതിയ പ്രോജക്ടിന്റെ ഉദ്ഘാടനം ഡോക്ടർ പ്രമീള ദേവി നിർവഹിച്ചു. സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ, സന്തോഷം വായുവിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പരസ്പരം നോക്കി പുഞ്ചിരിച്ച്, പരസ്പരം ഇഷ്ടപ്പെട്ട്, പരസ്പരം അംഗീകരിച്ച് ജീവിക്കാൻ പറ്റുന്ന നമ്മൾ ഭാഗ്യശാലിയാണ്. JCAയുടെ ലക്ഷ്യം to provide greater opportunities to the youth ആണ്. What opportunities? Opportunities for development, opportunities for growth, opportunities for making positive changes. എന്താണ് പോസിറ്റീവ് ചേഞ്ച്? To make the world a better place than we found it. നമ്മൾ കണ്ടതിനേക്കാൾ മനോഹരമായൊരു സ്ഥലമായി ഇതിനെ അവശേഷിപ്പിച്ചു പോവുക എന്നതാണ് ഹ്രസ്വമായൊരു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ജീവിതം വളരെ അനിശ്ചിതമാണ്. 2 മാസം മുൻപ് രാത്രിയിൽ അമേരിക്കയിലെ എൻ്റെ ഒരു സുഹൃത്ത് he was asking me to prepare a note on future studies. I'm a professor in some of the abroad universities teaching the topic of future studies. So he was asking me, his name is Harold. Harold asked me to prepare a note on future studies for his some use. And I agreed to do so. And by morning I sent him the mail. By early morning, that's 1 AM, I sent him the mail and went to sleep. And the next morning, my phone rang. As I picked it up, I was shocked to hear that Harold was no more. സോൺ പ്രസിഡന്റ് ശ്രീജിത്ത് ശ്രീധർ, സോൺ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജിജി ജോസഫ്, സോൺ വൈസ് പ്രസിഡന്റ് PD ജോൺസൺ, സോൺ ഡയറക്ടർ ജോബിൻ കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ഫെബ്ലി ലി ജെയിംസ് പ്രസിഡന്റ്, അഖിൽ ചെറിയാൻ സെക്രട്ടറി, അഡ്വക്കേറ്റ് ജേക്കബ് ആനക്കലുങ്കൽ ട്രഷററുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. And believe and will of God and in God. കട്ടിംഗ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഭദ്രദീപം തെളിയിച്ചു. നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഭദ്രദീപ പ്രകാശനം നടത്തിയതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി.
എല്ലാ പരിപാവനതയും കാത്തു സൂക്ഷിക്കുമ്പോഴും വ്യക്തിപരമായ അകലവും എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നടത്തണം. ഗുരുവായൂർ അമ്പലം വീണ്ടും നടയടക്കേണ്ടി വന്ന സാഹചര്യം പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കറിയാം. ലോകത്തിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശ്രീകോവിലായ ശബരിമല പൊന്നയ്യപ്പന്റെ തിരുനടയിലെ 18-ാം പടി കയറുന്നതിനും പൂങ്കാവനത്തിൽ ചെല്ലുന്നതിനും പൊന്നമ്പലത്തിൽ ചെല്ലുന്നതിനും ഭഗവാനെ തൊഴുന്നതിനും ആളുകളുടെ എണ്ണത്തിൽ ലോകത്താദ്യമായി ക്രമീകരണങ്ങൾ വരുത്തിക്കുക. ഇന്നലെ വരെ 1000 ആയിരുന്നു, നാളെ മുതൽ 5000 മുതലാണെന്ന്. ഞാനൊക്കെ ഇഷ്ടവും താല്പര്യവും ഭക്തിയും വിശ്വാസവും കൊണ്ട് എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ ശബരിമലയ്ക്ക് പോയില്ലെങ്കിലും എത്ര അയ്യപ്പന്മാരെ നിങ്ങളൊക്കെ തെരുവിലും റോട്ടിലും നമ്മൾ പാതയോരങ്ങളിലും കണ്ടിട്ടുണ്ട്. ഒരാളെയെങ്കിലും ഈ വർഷം കാണാൻ പറ്റിയോ? ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ലോകത്തുണ്ടായ വലിയൊരു കെടുതിയുടെ മുമ്പിൽ പകച്ചാണ് നമ്മൾ നിൽക്കുന്നത്. തുടർച്ചയായ 14-ാം വർഷമാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടത്തുന്നത്. കോവിഡ് കാലഘട്ടമായതിനാൽ ആചാര്യവിധി പ്രകാരം യജ്ഞം ക്ഷേത്ര ചടങ്ങുകൾ മാത്രമായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമാരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണവും യൂണിയൻ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണവും നടത്തി. യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് സന്ദേശം നൽകി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് ബിനീഷ് കോട്ടൂർ, യജ്ഞാചാര്യൻ ജഗന്നാഥ വർമ്മ പുലിയന്നൂർ, യജ്ഞ പൗരാണികരായ അഭിലാഷ് മാറാട്, പത്മന രാജേന്ദ്രൻ എന്നിവരാണ് യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. 26-ാം തീയതി ശനിയാഴ്ച ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കുമെന്ന് ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് ചിങ്കല്ലൽ, സെക്രട്ടറി വിമോദ് പാർക്കൽ എന്നിവർ അറിയിച്ചു. ബിസിനസ് വാർത്തകൾ. തിരുവല്ല പുളിമൂട്ടിൽ സിൽക്സ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ഒരുങ്ങി. തിരുവല്ലയിൽ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതിയ മാനം നൽകിയ പുളിമൂട്ടിൽ സിൽക്സിൽ ഏറ്റവും പുതിയ ഫാഷനുകളിലെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം എത്തിച്ചേർന്നതായി മാനേജിംഗ് പാർട്ണർമാരായ റോജർ ജോൺ, യോഹാൻ ജോ റോജർ എന്നിവർ പറഞ്ഞു. തിരുവല്ലയിൽ വസ്ത്രം കൊണ്ട് വിസ്മയം കാണണമെങ്കിൽ ഇവിടെ എത്തിയാൽ മതി. ഇതാണ് തിരുവല്ലയിലെ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ്. പാരമ്പര്യവും അതോടൊപ്പം വിശ്വാസവും കൈമുതലായിട്ടുള്ള പുളിമൂട്ടിൽ സിൽക്ക് തിരുവല്ലയിൽ ഇത്തവണത്തെ ക്രിസ്തുമസ് പുതുവർഷത്തിന് ഒരുങ്ങിയിരിക്കുന്നത് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞാണ്. കാരണം കൊറോണ കാലം വന്ന ശേഷം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷമില്ലാതെ പോകരുത്, ആഘോഷമായി തന്നെ പോകണം. അതുകൊണ്ട് തന്നെ എല്ലാത്തരം വസ്ത്രങ്ങൾക്കും വിലക്കുറവും പ്രത്യേകം ഓഫറുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 2 വർഷമാവുകയാണ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് തിരുവല്ലയിൽ എത്തിയിട്ട്. വിവാഹ ചിലവുകൾ കുറച്ച സാഹചര്യത്തിൽ ഓരോരുത്തരുടെയും ബഡ്ജറ്റിൽ നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുടെ വ്യത്യസ്തമായ ശ്രേണിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഗുഡ് ഈവനിങ് എവരിവൺ. ഇത് പുളിമൂട്ടിൽ സിൽക്സിന്റെ 2ാം വർഷമാണ് തിരുവല്ലയിൽ. ഈ ഒരു കോവിഡ് ക്രിസ്മസ് ആയതിനാൽ ഞങ്ങൾ വളരെ പുതിയ പുതിയ സ്കീമുകളും അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ആന്റീക് സാരി കളക്ഷൻസ്, വെഡിങ് കളക്ഷൻസ്, ഞങ്ങൾ പുതിയൊരു കളക്ഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരണം, അത് കാണണം. ഞങ്ങളെ കളക്ഷൻസ് എന്താണെന്ന് ഇവിടെ വന്നാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൂടാതെ ഞങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ആൻഡ് സ്കീംസും ഉണ്ട്. സോ പ്ലീസ് ഡു കം ഇൻ ആൻഡ് സപ്പോർട്ട് us and wishing you all a Merry Christmas and a Happy New Year. Thank you. ജനങ്ങളുടെ ഇഷ്ടം മാത്രമല്ല, ജനങ്ങളുടെ സാഹചര്യവും അവരുടെ സാമ്പത്തിക സ്ഥിതിയും മനസ്സുമറിഞ്ഞ് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിന് കൈമുതലായിട്ടുള്ളത്. ചെറുതും വലുതുമായ ഏതൊരു കസ്റ്റമറെയും മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി വസ്ത്രങ്ങൾ വിൽക്കുന്നതിലും അവരുടെ ആത്മബന്ധം പുലർത്തുവാനും ഇവരെപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. തിരുവല്ലയ്ക്കൊരു മാറ്റം എന്ന ലക്ഷ്യവുമായിട്ടാണ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് തിരുവല്ലയിലെത്തിയത്. ശരിക്കും തിരുവല്ലയിലെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റം വരുത്താൻ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിന് സാധിച്ചുവെന്നത് ഏവരും സമ്മതിക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഗ്രേസ് ഡെന്റൽ കെയർ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ സമീപം വാഴപ്പിള്ളിയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. KMA ജില്ലാ കൺവീനർ ഡോക്ടർ CV ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ദന്തരോഗ നിർണയ ചികിത്സാ രംഗത്തെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഡോക്ടർ റീനി ആന്റണി കോറോത്തിന്റെ നേതൃത്വത്തിൽ ഗ്രേസ് ഡെന്റൽ കെയർ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് സമീപം വാഴപ്പിള്ളിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വിജ്ഞാനമാത പള്ളി വികാരി ഫാദർ ജോസഫ് മക്കോളിൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. വേദനയും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് ഇത് ഒരു സംഗമമായിരിക്കട്ടെ. രക്ഷാകരമായ സഹനത്തിലൂടെ ആത്മീയ നേടുവാൻ ഈ സ്ഥാപനം വരെ സഹായിക്കട്ടെ. ഇവിടെ ജോലി ചെയ്യുന്നവരെ സേവന നടത്തുന്നതിലും പരസ്പര ചൈതന്യത്തിലും നിറയ്ക്കണമേ. നല്ല സമയക്കാരനെ പോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണമേ.
IMA ജില്ലാ കൺവീനർ ഡോക്ടർ CV ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, ഫാദർ ജോൺ പരിയത്തുമാലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകുന്നേരം 6 വരെയുമാണ് ഗ്രേസ് ഡെന്റൽ കെയർ പ്രവർത്തന സമയം. ഞായറാഴ്ച ബുക്കിംഗ് സൗകര്യവുമുണ്ട്. വെള്ളി ആഭരണങ്ങളുടെ പുതിയ ഷോറൂം CKL സിൽവർ പാർക്ക് തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളി ആഭരണങ്ങളുടെ പുതിയ ഷോറൂം CK സിൽവർ പാർക്ക് തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തറണിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. രൂപേഷ് ജോസ് പുളിമുട്ടിൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് N ഗോപാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി P അജീവ്, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നാസർ സൈര, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് MB താജു, ജനറൽ സെക്രട്ടറി PK രമേശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആധുനികവും പരമ്പരാഗതവുമായ വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാലകൾ, വളകൾ, കമ്മലുകൾ, മോതിരങ്ങൾ, വെള്ളിയിൽ തീർത്ത നേർച്ച വസ്തുക്കൾ തുടങ്ങിയവ CK സിൽവർ പാർക്കിൽ ലഭിക്കും. അനുദിനം ഉയരങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നല്ലൊരു വെള്ളിക്കട, എനിക്ക് തോന്നുന്നു തൊടുപുഴയിലെ ഏറ്റവും വലിയ വെള്ളിക്കടയാണ് ആയിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ വെള്ളിക്കടയ്ക്ക് എല്ലാവിധ അനുഗ്രഹാശ്വാസങ്ങളും നേരുന്നു. തുടർന്ന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.
കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിക്ക് എതിർവശം മരിയ ജ്യോതി സ്ക്വയറിൽ ടോപ്പ് ലൈൻ ഡിജിറ്റൽ സ്റ്റുഡിയോയുടെ സമീപം ഇച്ചായൻസ് കഫേ ആൻഡ് ജ്യൂസ് പാർലർ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും PJ ജോസഫ് MLA നിർവഹിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിക്ക് എതിർവശം മരിയ ജ്യോതി സ്ക്വയറിൽ ടോപ്പ് ലൈൻ ഡിജിറ്റൽ സ്റ്റുഡിയോയുടെ സമീപം ഇച്ചായൻസ് കഫേ ആൻഡ് ജ്യൂസ് പാർലർ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ച പാർലറിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും PJ ജോസഫ് MLA നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് VJ ചെറിയാൻ, പോൾ കുഴിപ്പള്ളിൽ, ജോസ് മാത്യു, ലയൺസ് ക്ലബ് കരിമണ്ണൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയി അഗസ്റ്റിൻ വെള്ളാപ്പള്ളിൽ, പഞ്ചായത്ത് മെമ്പർമാരായ ജീസ് ആയത്തുപാടം, ആൻസി സിറേഖ്, ബൈജു വറവുങ്കൽ, ബിബിൻ അഗസ്റ്റിൻ, ടെസി വിൽസൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇവിടെ നിന്നും വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകൾ, ജ്യൂസുകൾ, ചായ, കാപ്പി, ഷവർമ, അൽഫാം തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചുമതലയേറ്റു. വരണാധികാരികൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 6ാമത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കളക്ടർ H. ദിനേശൻ അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കർഷക വിപണിക്ക് തൊടുപുഴയിൽ തുടക്കമായി. വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിൽ കാർഡ്സ് വില്ലേജ് സ്ക്വയർ 1ാം ഘട്ടം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാക്കനാട് കുടുംബചരിത്രം മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയിൽ നടന്ന യോഗത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രകാശനം ചെയ്തു. തൊടുപുഴ JCSന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പുതിയ പ്രോജക്ടിന്റെ ഉദ്ഘാടനം വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ പ്രമീള ദേവി നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
Pulimutil Silks. It's time to change. റോയൽ എന്നും നിങ്ങളോടൊപ്പം എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം റോയൽ ഫാമിലി ഷോപ്പ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. മംഗലത്തൊപ്റ്റിക്കൽസ് പുളിമൂട്ടിൽ പ്ലാസ പാലാ റോഡ് തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി ജുവൽ ജംഗ്ഷൻ തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ് പറയംചാലിൽ ജുവലേഴ്സ് ജ്യോതി ബസാർ തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. 1 India 1 gold rate. ഇതാണ് മലബാർ പ്രോമിസ്. ഇത് പാക്ക് ചെയ്തോളൂ. ഇതുകൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. 100% ലീക്കിംഗ് പ്രൂഫ് ഉള്ളതും വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും ഉറച്ച മനസ്സോടെ ഉറപ്പിക്കാവുന്നതുമാണ് ക്വാളിറ്റി സെപ്റ്റി ടാങ്ക് ആൻഡ് കോൺക്രീറ്റ് പൈപ്പ്. ക്വാളിറ്റിയിൽ എന്നും മുന്നിൽ തന്നെ. ക്വാളിറ്റി സെപ്റ്റി ടാങ്ക്.